അങ്ങനെ ആ കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് കിട്ടിയിരിക്കുകയാണ്. ഗബ്രി ജാസ്മിൻ ജബ്രി കോംബോ അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു ഇത് ഗബ്രി ജാസ്മിനിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണെന്ന്. എസ്പെഷ്യലി ആ വിഷുവിൻ്റെ എപ്പിസോഡിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ ഒരുപാട് സൂചനകളൊക്കെ കൊടുത്തല്ലോ. ആ സമയം തൊട്ട് അവരിങ്ങനെ രാത്രി എപ്പോഴും ഇരിക്കുമായിരുന്നു. രാത്രി ഇരിക്കുന്നതൊക്കെ അവർ കുറഞ്ഞു. പിന്നെ വിഷുവിൻ്റെ എപ്പിസോഡിൽ ഗബ്രിയുടെ ഫാമിലി വന്നായിരുന്നു. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് വന്നത്. എന്നിട്ട് ഡയറക്റ്റായിട്ട് പറഞ്ഞു നീ ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഗബ്രിയുടെ പല മാറ്റങ്ങളും കാണാൻ പറ്റും. ജാസ്മിൻ തന്നെ പല പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് ഗബ്രി, നീ പഴയതുപോലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നില്ല, എന്നെ ഹഗ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഇത് ചോദിക്കാൻ കാരണം ജാസ്മിൻ ഇതിനൊരു ഈ റിലേഷൻഷിപ്പിനൊരു ക്ലാരിറ്റി വേണമെന്നാണ് ഗബ്രിയുടെ അടുത്ത് പറയുന്നത്. ചോദിക്കാൻ കാരണമായിട്ട് പറയുന്നത്, ഇന്നലെ ജാസ്മിന് പനിയായിരുന്നു, ക്വാറൻറ്റൈനിലായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഗബ്രി കെയർ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗബ്രി എല്ലാത്തിലും ആക്റ്റീവായിരുന്നു, അവിടെ ഇവിടെയും ടാസ്കിലും എല്ലാത്തിലും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ജാസ്മിനെ ഹേർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ജാസ്മിൻ്റെ സ്ഥാനത്ത്, അതായത് ഗബ്രിക്കാണ് ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ ജാസ്മിൻ ഒരു കസാരയിട്ട് അവിടെ ഇതിൻ്റെ റൂമിൻ്റെ വെളിയിൽ ഇരുന്നാനേ, അതായത് ഗബ്രിക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി ഇരുന്നാനേ എന്നാണ് പറയുന്നത്. സോ ആ ഒരു വ്യത്യാസം ജാസ്മിനെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിഷേക് ജയദീപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവർ തമ്മിൽ കുറച്ച് സംഭാഷണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൽ അഭിഷേക് ജയദീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി നീ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, നീ ടോപ്പ് 5 വരേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിന്നെ ഗെയിമിന് പിന്നിലേക്ക് വലിക്കുന്ന ഒരു സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇതിനൊരു കൺക്ലൂഷൻ വേണം, ഇതിനൊരു അടിവരയിട്ട് ഒരു സംഭവം പറയാൻ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് ഗബ്രിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, റസ്മിനോട് കൂടെ. അപ്പോൾ ഗബ്രിക്ക് എനിക്ക് ഇതിലൊരു കൺക്ലൂഷൻ കൊടുക്കണം, ഒരു ക്ലാരിറ്റി കൊടുക്കണം എന്ന് ഗബ്രിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ജാസ്മിൻ ഒന്ന് പറയും, ഗബ്രി വേറൊന്ന് പറയും. അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ അല്ല ഗബ്രി കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെയായിട്ടാണ് തോന്നിയത്. സോ അഭിഷേകം പറഞ്ഞായിരുന്നു, നീ ഇവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, നീ ടോപ്പ് 5 വരേണ്ട ആളാണ്, പക്ഷേ ഒരു കാര്യമാണ് നിന്നെ പുറകിലേക്ക് വലിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് റസ്മിനോട് ജാസ്മിൻ ചോദിക്കുന്നത്, ഞാനിവിടെ എങ്ങനെയാണ്, എൻ്റെ ഗെയിം എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ റസ്മിൻ പറയുന്നത്, നീ ഇവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ നീ എന്തിനാണ് ഇവൻ്റെ കാര്യത്തിൽ നീ കൂടുതലായിട്ട് ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു റസ്മിൻ. അപ്പോൾ പിന്നെ റസ്മിൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജാസ്മിൻ ഇല്ലെങ്കിലും ഗബ്രി ഗെയിം കളിക്കും, പക്ഷേ ഇവിടെ ഗബ്രി ഇല്ലെങ്കിൽ ജാസ്മിൻ ഒരിക്കലും ഗെയിം കളിക്കത്തില്ല എന്ന് റസ്മിൻ പറയുന്നു. അപ്പോൾ റസ്മിൻ പറഞ്ഞ ഈ ഡയലോഗിന് ഗബ്രി ഒഫൻഡഡ് ആയി. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല, അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ പോലെയല്ല, അത് മനസ്സിലാവണമെങ്കിൽ ഈ ജാസ്മിനും ഗബ്രിയിലും ഒരാൾ ഇവിടെ നിന്ന് എവിക്റ്റായി പോകണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. ജാസ്മിൻ ഗെയിം കളിക്കും, ഗബ്രി പോയാലും ഗെയിം കളിക്കും എന്നാണ് ഗബ്രി പറഞ്ഞു തന്നത്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, അപ്പോൾ ജാസ്മിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട്, ഒരു എല്ലാം മനസ്സിലായ ഒരു രീതിയിൽ ജാസ്മിൻ്റെ മുഖം മാറുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എന്നോട് ലാലേട്ടനും ബിഗ് ബോസും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. നമുക്കറിയാലോ, വീക്കെൻഡ് എപ്പിസോഡിൽ അന്ന് ലാലേട്ടൻ ചോദിച്ചായിരുന്നു ഈ റിലേഷൻഷിപ്പിനെ ചോദിച്ചത്. അപ്പോഴും ജാസ്മിൻ്റെ മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ റിലേഷൻഷിപ്പ് എന്താണെന്ന് ജാസ്മിന് അവിടെ കൺവേ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, ജാസ്മിന് ഇനി അതിനൊരു മറുപടി വേണം എന്നാണ് ജാസ്മിൻ പറയുന്നത്. പക്ഷേ ഗബ്രി എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെന്ത് മറുപടി? എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പിന് എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി. ഇത് നമ്മുടെ മറ്റേ സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഡയലോഗാണ്. അതിൽ തന്നെയാണ് ഗബ്രി ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ മനസ്സിലുള്ളത് പറയുന്നു, എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് പറയുന്നു. അപ്പോഴും ജാസ്മിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗബ്രി പറയും തന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്ത് വെച്ച് തീരുമാനിക്കാം എന്നൊരു ആൻസറാണ് ഗബ്രി എന്ന് ജാസ്മിൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഗബ്രി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിവളെ ഇഷ്ടമാണ്, പ്രണയവുമാണ്, പക്ഷേ ഇവളെ കല്യാണം കഴിക്കാനോ ഒരു റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുപോകാനോ എനിക്ക് താല്പര്യമില്ലെന്നാണ് ഗബ്രി അപ്പോൾ പറഞ്ഞത്. അതെന്ത് പ്രണയമാണ് ഗബ്രി? ഇത് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നോ? അതായത് പ്രണയമാണ്, ഇഷ്ടമുണ്ട്, പക്ഷേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. പോട്ടെ, ഒരു റിലേഷൻഷിപ്പിലോട്ട് ആ ബന്ധം കൊണ്ടുപോകാൻ പോലും താല്പര്യമില്ലെന്നാണ് ഗബ്രി പറഞ്ഞത്. അതെന്ത് പ്രേമമാണ് ഇത്? സത്യത്തിൽ അതിന് പ്രേമം എന്ന് പറയല്ലേ? പ്രേമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ളൊരു അനുരാഗമാണ്. ഇതിനെ പറയുന്നത് ഫ്ലേട്ടിങ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ നിന്ന് കാര്യം കണ്ടിട്ട് നൈസായിട്ടൊന്ന് ഒഴിവാക്കി വിടുക. പിന്നെ ജാസ്മിനെ ഞാനിതിൽ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. കാരണം ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ്റെ കുഴി തോണ്ടിയെടുത്തത്. സോ ഇതൊക്കെ അനുഭവിക്കാൻ ജാസ്മിൻ ബാധ്യസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് ഇവൻ്റെ കണ്ണിൽ പ്രണയം ഉണ്ടായത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഗബ്രി ഉടനെ തന്നെ പറയുന്നത്, കണ്ണിൽ പ്രണയം തോന്നുന്നത് ഒരു തെറ്റാണോ അങ്ങനെ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ റസ്മി പറയുന്നു അത് തെറ്റല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇവൻ പറയുന്നത് ഇപ്പോൾ എന്നോട് പ്രണയമില്ല, ഇഷ്ടമില്ല, ഒന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ചെയ്തികളും അതുപോലെ ആവണം. അല്ലാതെ പ്രണയിക്കുന്നവർ ചെയ്യുന്ന പോലെ, അല്ലാതെ ഇഷ്ടമുള്ളവർ കാണിക്കുന്ന പോലെ ചെയ്തികൾ കാണിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗബ്രി പറയുന്നത് ഞാൻ എൻ്റെ ചെയ്തികൾ ഒരിക്കലും മാറ്റത്തില്ല, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗബ്രി പറയുന്നത് എന്നെ ഇവിടെ തകർക്കാൻ പറ്റുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിനാണ്. ഒന്നില്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ അവളെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് അതിന് മാത്രമേ എന്നെ തകർക്കാൻ പറ്റുള്ളൂ. ഈ വൈൽഡ് കാർഡ്സ് വന്നിട്ട് ഈ 18 പേര് ഈ എതിർത്ത് നിന്നിട്ട് പോലും ഞാൻ തളർന്നിട്ടില്ല. പക്ഷേ ജാസ്മിൻ ഒരൊറ്റ ഒരാൾ എനിക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോകുമെന്നാണ് ഗബ്രി പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഗബ്രി എന്താണ് ഉദ്ദേശിക്കുന്നത്. ജാസ്മിൻ ചോദിക്കുന്നതിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം, ഒരു കറക്റ്റ് ഉത്തരം, അതായത് ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ഉത്തരമല്ല ഗബ്രി കൊടുക്കുന്നത്. ഈ ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞ ആ ഒരു വേർഡിൽ തന്നെ കടിച്ചു തൂങ്ങുകയാണ്. അതായത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി, എൻ്റെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോഴും ജാസ്മിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റസ്മിനാണ് പറയുന്നത് നീ മറ്റുള്ളവരെ ബോധിപ്പിക്കണമെന്നില്ല, ഓഡിയൻസിനെ ബോധിപ്പിക്കണമെന്നുമില്ല, പക്ഷേ ജാസ്മിനെ ബോധിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അങ്ങനെയല്ലേ വേണ്ടത്. എന്ത് റിലേഷൻഷിപ്പിലാണ് അവരുള്ളതെന്നുള്ള അറിയാനുള്ള അവകാശം അവർക്കില്ലേ, ജാസ്മിൻ ഇല്ലേ. പിന്നെ എന്നാ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെയാണ് എൻ്റെ കണ്ണിൽ പ്രണയം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഞാൻ ഇതുപോലെ തന്നെയാണ് എൻ്റെ പുറത്ത് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്, അവരുടെ കയ്യിൽ പിടിച്ച് ഒക്കെ തന്നെ ഇവിടെ നിന്നിട്ട് പോലുള്ളത് തന്നെയാണ് ഞാൻ പുറത്ത് നടക്കുന്നത്. ജാസ്മിനും എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ്, എൻ്റെ സുഹൃത്തുക്കളോട് പെരുമാറുന്ന പോലെ തന്നെ ഞാൻ ജാസ്മിനോട് പെരുമാറിയിട്ടുള്ളൂ എന്നാണ് ഗബ്രി പറയുന്നത്. പിന്നെ ഇവിടെ 18+ കണ്ടൻറ്റായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതും എനിക്കും തോന്നിയിട്ടില്ല അത്രയ്ക്ക് 18+ കണ്ടൻറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും നോർമലായിട്ടൊരു സുഹൃത്തിനോട് ചെയ്യുന്നത് പോലെ പെരുമാറുന്ന പോലെയോ അല്ല ജാസ്മിനും ഗബ്രി ഇരുന്ന് സംസാരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഗബ്രി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു നീ അങ്ങോട്ട് നോക്കി സംസാരിക്കാതെ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഗബ്രിയുടെ സൗണ്ട് മോഡുലേഷനൊക്കെ മാറി. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഈ ക്യാമറയെല്ലാം വലിച്ചു പറിച്ച് ഇരുന്നിട്ട് ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞിട്ട് ഗബ്രി അങ്ങോട്ട് ചൂടായി. സ്വന്തം അച്ഛൻ വന്ന് പറഞ്ഞാലും ഞാൻ ജാസ്മിൻ്റെ കൈ വിടില്ല, പിന്നെ ജാസ്മിൻ ആരൊക്കെ ഇല്ലെങ്കിലും ഞാനുണ്ടാവും എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്. അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ തന്നെ അവർക്ക് ഗബ്രിക്ക് പറ്റുന്നില്ല. പിന്നെ ജാസ്മിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സിമ്പതിയും എനിക്ക് തോന്നുന്നില്ല, കാരണം ഷീ ഡിസേർവ് ദിസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നു ഇത്രയും ഇത് വേഴ്സായി കൊണ്ടുപോകണ്ടായിരുന്നു. നേരത്തെ തന്നെ ജാസ്മിനെ മനസ്സിലാക്കാൻ പറ്റില്ലേ, ഒരു ആൺകുട്ടി തന്നോട് ഇങ്ങനെ ഒരു അടുപ്പം കാണിക്കുന്ന സമയത്ത് എന്താണ് ആ റിലേഷൻഷിപ്പ്, തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നു പറയുക, എന്നിട്ട് ശരിക്കും എന്താണ് റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കുക, അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിങ്ങനെ വലിച്ചു നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ജാസ്മിൻ. ഇത്രയും വേഴ്സ് ആവില്ലായിരുന്നു ഈ സിറ്റുവേഷൻ. ജാസ്മിൻ ഇത് വേണം, അനുഭവിക്കട്ടെ, ഡിസേർവിങ് അല്ല, അനുഭവിക്കാൻ ഡിസേർവ്ഡ് ആണ് ജാസ്മിൻ. സ്വയം തോണ്ടിയ കുഴിയാണ്, അതിൽ വീഴുമ്പോൾ സ്വയം അനുഭവിക്കട്ടെ, വേറൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗബ്രിയുടെ കാര്യം. സത്യത്തിൽ എനിക്ക് തോന്നിയത് ഗബ്രി ഗെയിമിന് വേണ്ടി ജാസ്മിനെ യൂസ് ചെയ്തത് പോലെയാണ് എനിക്ക് തോന്നിയത്. സത്യം പറയാം, ജാസ്മിൻ ഇമോഷണലി ഗബ്രിയായിട്ട് കണക്റ്റഡ് ആയിപ്പോയി ആ ഹൗസിൽ. എനിക്ക് തോന്നിയത് അതാണ്. കാരണം ജാസ്മിന് ഇതൊരു മാരേജിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, പക്ഷേ ഗബ്രിക്ക് ഇത് മാരേജിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. മാരേജ് പോട്ടെ, ഒരു റിലേഷൻഷിപ്പിലോട്ട് പോലും കൊണ്ടുപോകാൻ ഗബ്രിക്ക് താല്പര്യമില്ല. ഗബ്രി പറയുന്നത് എന്താ, എനിക്ക് സ്നേഹമുണ്ട്, ഇവളോട് പ്രണയമുണ്ട്, പക്ഷേ ഒരു റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുപോകാനോ ഒരു മാരേജിലോട്ട് കൊണ്ടുപോകാനോ എനിക്ക് താല്പര്യമില്ല എന്നാണ് ഗബ്രി പറയുന്നത്. ഇപ്പോൾ ഗബ്രി പറയുന്ന പോലെ ഒരു തരി ഇഷ്ടമെങ്കിലും ഗബ്രിക്ക് ജാസ്മിനോട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ഇത് തോന്നിയതാണ്. അതായത് ജാസ്മിൻ ഇത്രയും നെഗറ്റീവാണ്, പുറത്ത് ഇത്രയും നെഗറ്റീവാണ്, പോരാത്തതിന് വൈൽഡ് കാർഡ്സ് വന്ന് ഇത്രയും മോശമായിട്ട് ജാസ്മിനോട് പറയുന്നു. പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജാസ്മിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ലാലേട്ടൻ സംസാരിക്കുന്നു. ഒരു ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നമ്മളോട് ഇത്തിരി കൺസേൺ കാണിക്കും. ഇത് പ്രശ്നമാണെന്ന് അവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഇവർക്ക് രണ്ടുപേർക്കും ഓഡിയൻസിൻ്റെ കയ്യടിയും പിന്നെ ലാലേട്ടൻ്റെ ചോദ്യവും പിന്നെ വൈൽഡ് കാർഡ് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുറത്ത് പ്രശ്നമാണെന്ന് ഇവർക്ക് മനസ്സിലാവാതെയൊന്നുമില്ല. കാരണം അരിഹാരം തിന്നുന്ന ആൾക്കാരാണ് എല്ലാവരും, രണ്ടുപേരും അങ്ങനെ തന്നെ, രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. ഗബ്രിക്ക് മനസ്സിലായിട്ടില്ലേ, ഗബ്രിക്ക് ഈ പറയുന്ന പോലെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ജാസ്മിനോട് ഗബ്രി ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ വേദനിക്കാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്താനേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്തത്, വീണ്ടും ഗബ്രി ജാസ്മിൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് ജാസ്മിൻ്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. കാരണം വെറുതെ ഗബ്രിയുടെ പുറകെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഈവൻ അന്ന് രാത്രി വൈൽഡ് കാർഡ്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, അല്ല ഇങ്ങനെ ഇരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. പിന്നെ ഇപ്പോൾ ചോദിച്ച ഈ ക്ലാരിറ്റി ഇല്ലേ, അത് കുറച്ച് നാൾ മുമ്പ് ചോദിക്കണമായിരുന്നു. ഒരു ആൺകുട്ടി തന്നോട് ഇങ്ങനെ ഇത്രയും ഒരു ലിമിറ്റ് വിട്ട് ഇഷ്ടം കാണിക്കാൻ നേരത്ത് ചോദിക്കണമായിരുന്നു, എന്താണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ഏതെങ്കിലും സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടോ നിങ്ങൾക്ക് എന്ന് ജാസ്മിൻ ഓപ്പൺ ആയിട്ട് തന്നെ ചോദിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കൺക്ലൂഷൻ എത്തിക്കണമായിരുന്നു.
ഉണ്ടായിരുന്നു. അതൊക്കെ ജാസ്മിൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെ. സോ ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരും നല്ല തെറ്റുകാരാണ്. രണ്ടുപേരുടെയും ഭാഗത്ത് നല്ലപോലെ തെറ്റുണ്ട്. പിന്നെ ഇനി നമുക്ക് നോക്കാം, ഇനി രണ്ടുപേരും ഒറ്റയ്ക്ക് കളിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആ കളി കാണാനാണ് ഭൂരിഭാഗം ജനങ്ങൾക്കും ഇഷ്ടം തന്നെ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവർ ഒറ്റയ്ക്ക് കളിക്കുന്നു. ഒരു 70% ഞാൻ പറയുന്നു ഇവർ വീണ്ടും പഴയ പോലെ തന്നെയാവും. അതായത് ജാസ്മിൻ പോയി ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരയും, ആൻഡ് പിന്നെ ഗബ്രി വന്ന് ആശ്വസിപ്പിക്കും, പിന്നെ അവർ പഴയ പോലെ ആവും. എനിക്കിങ്ങനെയൊക്കെയാണ് തോന്നുന്നത്, ഒരു 70%. പിന്നെ ഒരു 30% ഇവർ ഇൻഡിവിജ്വലായി കളിക്കാനും സാധ്യതയുണ്ട്.